നമസ്കാരം, 𝗩𝗶𝗱𝗃𝗃𝗀 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഫേസ്ബുക്ക് മെസ്സഞ്ചർ ചാറ്റ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, അടിയിൽ റൈറ്റ് കോർണറിലായിട്ട് നമുക്കൊരു മെസ്സഞ്ചർ ചാറ്റിൻ്റെ ഒരു ഐക്കൺ കാണാം. അതുപോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഗസ്റ്റായിട്ടും ഇവിടെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, നമുക്കിവിടെ ഒരു ഹായ് എന്നുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന വെബ്സൈറ്റിലേക്ക് ആ മെസ്സേജ് പോകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഫേസ്ബുക്ക് മെസ്സഞ്ചർ ചാറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. പേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ പേജ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ 𝗓𝗵𝗲 എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേജസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ പേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പേജ് ഒരു ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് അടിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ പേജ് സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഇനി അതിൽ തന്നെ മെസ്സേജിങ് എന്ന് പറഞ്ഞ ലെഫ്റ്റിൽ കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു മെസ്സേജിങ്ങിൻ്റെ ഓപ്ഷനിൽ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആഡ് മെസ്സഞ്ചർ ടു യുവർ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലൊരു പ്രിവ്യൂ കാണാം കേട്ടോ. ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ മൊബൈലിലുള്ള ഒരു പ്രിവ്യൂ കാണാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഈ ഒരു മെസ്സഞ്ചർ ചാറ്റിൻ്റെ ഒരു ഐക്കൺ കിടക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു എറർ കാണിക്കും, ബിഫോർ പബ്ലിഷിംഗ് യു മസ്റ്റ് ആഡ് അറ്റ്ലീസ്റ്റ് വൺ വെബ്സൈറ്റ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് സെറ്റപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഡൊമൈൻ, നമ്മുടെ സൈറ്റിൻ്റെ ഡൊമൈൻ ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ആഡ് ഡൊമൈൻ എന്നുള്ള ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ കോഡ് കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനൊന്ന് കോപ്പി ചെയ്തെടുക്കണം. കോപ്പി കോഡ് എന്നുള്ള ഈ ഒരു ബട്ടണില്ലേ, അത് നിൽക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ അടിക്കാം. എന്നിട്ട് പേസ്റ്റ് കോഡ് ടു വെബ്സൈറ്റ്, ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുത്തേക്കുന്ന കോഡ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ ചെയ്യണില്ല, ഞാൻ ഫിനിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്ലഗിൻ റെഡിയായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഡൺ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി അടിയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ പോർഷനിൽ എന്താണോ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് അതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഒരു ക്ലയൻറ്റോ കസ്റ്റമറോ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പോകുന്നത്. കണ്ടു, ഇപ്പോൾ ഇവിടെ ഈ ഹലോ ആൻഡ് താങ്ക്സ് ഫോർ ഗെറ്റിംഗ് എന്നുള്ള ഈ ഒരു മെസ്സേജ് ഇല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഹലോ ഹൗ മേ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു ടെക്സ്റ്റ് ആയി കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഹലോ ഹൗ മേ ഐ ഹെൽപ്പ് യു എന്നുള്ളൊരു ടെക്സ്റ്റായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അടിയിലേക്ക് വരികയാണെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യണ്ട. എന്നിട്ട് ഇവിടെ പബ്ലിഷ് എന്നുള്ളൊരു ബട്ടണില്ലേ, അത് നിൽക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഹാവ് ബീൻ പബ്ലിഷ്ഡ്, അത് സേവ് ആയിട്ടുണ്ട്, നമ്മുടെ പ്ലഗിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഈ ഹോം പേജിൽ ഇവിടെ നമ്മുടെ ഒരു ഫൂട്ടർ ഭാഗത്തായിട്ട് ഇവിടെ അടിയിലായിട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എലമെൻറ്റോർ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ ഈ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ കൊടുക്കുക. അല്ലാതെങ്കിലുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ എഡിറ്റ് വിത്ത് എലമെൻറ്റോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ അടിയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫൂട്ടർ പോർഷനിലേക്കല്ല ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു പുതിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നിന്ന് ഈ ഒരു ഐക്കണില്ലേ അതിലേക്ക് ഇട്ട് പുതിയൊരു വിഡ്ജറ്റ് ആഡ് ചെയ്യാനാണ്. അവിടെ html എന്ന് സെർച്ച് ചെയ്തു.
കണ്ടോ ഇവിടെ കസ്റ്റം HTML എന്നുള്ളൊരു ഓപ്ഷൻ വന്നേക്കണം. അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഓക്കെ, സോറി, കസ്റ്റം HTML അല്ല, HTML വേണ്ടത്. HTML. ഓക്കെ, ഈ HTML ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത് ഞാൻ എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത കോഡില്ലേ, അത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അത് പേസ്റ്റ് ആയപ്പോൾ തന്നെ ഇവിടെ വന്നേക്കണം. അടിയിൽ ഒരു നമ്മൾ നേരത്തെ അവിടെ ക്രിയേറ്റ് ചെയ്ത ആ സെയിം പ്രിവ്യൂ തന്നെയാണ് ഇവിടെ വന്നേക്കണത്. എന്നിട്ട് ഞാനിത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ സൈറ്റ് ഒന്ന് ഞാൻ വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ ചാറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടില്ലേ, കണ്ടിന്യൂസ് ഗസ്റ്റ് എന്നുണ്ട്, കണ്ടിന്യൂസ് സഞ്ജയ് എന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ബ്രൗസറിൽ ലോഗിനായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിനായിട്ട് അധികം നമുക്ക് മെസ്സേജ് അയക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഗസ്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയെങ്കിൽ കണ്ടിന്യൂസ് ഗസ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഈ മെസ്സേജ് എനിക്ക് ഇവിടെ ഡിജിസ്പേസ് എന്നുള്ളൊരു എൻ്റെ ഈ പേജിൽ എനിക്ക് കിട്ടും. കണ്ടില്ലേ, ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗസ്റ്റ് എന്നുള്ളൊരു ഇതിൽ നിന്ന് മെസ്സേജ് വന്നേക്കാണ് ഹായ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലമെൻറ്റോർ പേജിലാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യണത്. ഇനി അതേസമയം നിങ്ങളുടെ പേജ് എലമെൻറ്റോറിലല്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, സാധൊരു തീം വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കണം. എലമെൻറ്റോർ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡാഷ്ബോർഡിലേക്ക് ഇടാം. എന്നിട്ട് ഇവിടെ അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷനിൽ വിഡ്ജറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫൂട്ടർ ഏരിയ നോക്കാം. ഫൂട്ടർ ബാർ സെക്ഷൻ 1 ഉണ്ടോ, അതിലേക്ക് നമുക്ക് ഇവിടെ ഒരു HTML കസ്റ്റം HTMLൻ്റെ ഈ ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിഡ്ജറ്റ് ഉണ്ട്. അതിൽ കസ്റ്റം HTML എന്നുള്ള വിഡ്ജറ്റ് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഫൂട്ടർ ബാറിലേക്ക് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ആ ബിസിനസ് യൂട്ടിൽ നിന്ന് കിട്ടിയ ആ കോഡില്ലേ, അതിവിടെയും പേസ്റ്റ് ചെയ്യണം. അപ്പം എൻ്റെ പോയി. അപ്പോൾ ഞാനതൊന്നും കൂടി കോപ്പി എടുത്തിട്ട് വരാം. ഈ ഒരു കോഡാണ് ഇത്. ഞാൻ കംപ്ലീറ്റ് കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. റൈറ്റിൽ ഞാൻ കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ സൈറ്റിൽ ചെന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ജസ്റ്റ് ഒരു എലമെൻറ്റോർ അല്ല, ഒരു തീം ബേസ്ഡ് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മെസ്സഞ്ചറിൻ്റെ ഓപ്ഷൻ വരും. ഇതിപ്പോൾ എൻ്റെ വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എലമെൻറ്റോറിൻ്റെ ആയതുകൊണ്ടാണ്. എനിക്ക് ഇപ്പോൾ ഞാൻ ഓൾറെഡി എലമെൻറ്റോറിൻ്റെ ആഡ് ചെയ്താൽ മാത്രം വരുള്ളൂ. ഞാനിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എലമെൻറ്റോറിൻ്റെ ഇത് ഞാൻ ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ അപ്ഡേറ്റും കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ ഐക്കൺ വരില്ല. കണ്ടില്ലേ? അതേസമയം നിങ്ങൾ അവിടെ എന്താ പറയുക, നിങ്ങളുടെ എലമെൻറ്റോർ വെബ്സൈറ്റ് അല്ല, ഒരു തീം ബേസ്ഡ് വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച പോലെ അപ്പിയറൻസിൽ വിഡ്ജറ്റ്സിൽ ഫൂട്ടർ സെക്ഷനിൽ ചെന്ന് ഒരു കസ്റ്റം കോഡ് HTML കോഡിൻ്റെ വിഡ്ജറ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് ആ സെയിം കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ടെലിഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനെല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.